എല്ലാ സുഹൃത്തുക്കൾക്കും എജു എംപയർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോ നോക്കുന്നത് പി എസ് സി ക്വസ്റ്റ്യൻസും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യം: ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരത്തിൻ്റെ കോഡ് കണ്ടെത്തുക. ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് നദികളും അവയുടെ വിശേഷണങ്ങളുമാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ എലിമിനേഷൻ ടെക്നിക് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? ട്രൈ ചെയ്ത് നോക്കേ. ഓക്കെ, ദാമോദർ നദി ബംഗാളിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ്. അപ്പോൾ A1 വരുന്ന ഓപ്ഷൻ നോക്കേ. ഓപ്ഷൻ എക്കകത്ത് A2 ആണ് വരുന്നത്. അപ്പോൾ A2 തെറ്റാണ്. ഓപ്ഷൻ സിയിൽ A3 ആണ് വരുന്നത്. അതും തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഓപ്ഷൻ ഡിയിൽ A4 വരുന്നു. അപ്പോൾ അതും തെറ്റാണ്. ഓപ്ഷൻ ബിയിൽ A1 വരുന്നു. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ബാക്കിയുള്ള നദികളെപ്പറ്റി അറിഞ്ഞില്ലെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ ഇതിൻ്റെ ആൻസർ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഓപ്ഷൻ ബി ആണെന്ന് നമുക്ക് മനസ്സിലാക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ബാക്കിയുള്ള നദികളുടെ വിശേഷണങ്ങളെ നോക്കാം. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി. മഹാരാഷ്ട്രയുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് കൊയ്ന നദി. മഹാരാഷ്ട്രയുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് കൊയ്ന നദി. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. അപ്പോൾ ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ നദി, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി, മഹാരാഷ്ട്രയുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി കൊയ്ന നദി, ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഓക്കെ അല്ലേ? ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുമ്പോൾ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. അതുപോലെ ഗോദാവരി എന്ന് പറയുന്ന ഒരു ഉപദ്വീപീയ നദിക്ക് ഉദാഹരണമാണ്. ഗോദാവരി ഒരു ഉപദ്വീപീയ നദിയാണ്. അതുപോലെ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയും ഗോദാവരിയാണ്. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയും ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗോദാവരി ഒഴുകുന്നത്. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗോദാവരി ഒഴുകുന്നത്. ഈ ഗോദാവരിയുടെ നീളം എന്ന് പറയുന്നത് 1465 കിലോമീറ്ററാണ്. ഗോദാവരിയുടെ നീളം എത്ര? 1465 കിലോമീറ്ററാണ് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണെന്ന് ചോദിച്ചാലും അതും ഗോദാവരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഗംഗയുടെ നീളം എന്ന് പറയുന്നത് 2525 കിലോമീറ്ററാണ്. ഗംഗയുടെ നീളം എന്ന് പറയുന്നത് 2525 കിലോമീറ്റർ അല്ലെങ്കിൽ 25 കിലോമീറ്ററാണ് ഗംഗയുടെ നീളം എന്ന് പറയുന്നത്. ഗോദാവരിയുടെ നീളമാണ് 1465 കിലോമീറ്ററാണ്. ഗോദാവരിയുടെ നീളം എന്ന് പറയുന്നത് 1465 കിലോമീറ്ററാണ്. ഗോദാവരി ഒരു ഉപദ്വീപീയ നദിയാണ്. ഗംഗ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹിമാലയൻ നദിയാണ്. ഗംഗ എന്ന് പറയുന്നത് ഹിമാലയൻ നദിയാണ്. ഗോദാവരി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഉപദ്വീപീയ നദിയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപ നദിയാണ് ഗോദാവരി. ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗോദാവരി ഒഴുകുന്നത്. ഗോദാവരിയുടെ നീളം എന്ന് പറയുന്നത് 1465 കിലോമീറ്ററാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഗോദാവരി ഉത്ഭവിക്കുന്ന എവിടെയെന്നാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വറിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വർ എന്ന സ്ഥലത്ത് നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഉപദ്വീപ നദികൾ ഏറ്റവും വലിയ നദിയും ഏതാണ്? ഗോദാവരിയാണ്.
അടുത്തത് ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. ഉപദ്വീപ നദികൾ ഏറ്റവും വലിയ നദിയും ഗോദാവരിയാണ്. ഉപദ്വീപ നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ് എന്ന് ചോദിച്ചാലും അതും എന്താണ്? ഗോദാവരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാ? ദാമോദർ വാലിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഉപദ്വീപ നദികൾ ഏറ്റവും വലിയ നദിയും ഗോദാവരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി. 1948 ജൂലൈ മാസം 7-നാണ് ദാമോദർ വാലി പദ്ധതി നിലവിൽ വരുന്നത്. അപ്പോൾ ഏത് വർഷമാണ് ദാമോദർ വാലി പ്രോജക്റ്റ് നിലവിൽ വന്നത്? 1948 ജൂലൈ മാസം 7-ാം തീയതിയാണ്. അമേരിക്കയിലെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഏത് അണക്കെട്ട്? ദാമോദർ വാലി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലെ ടെന്നീസ് വാലി ടെന്നീസ് വാലി അണക്കെട്ടിൻ്റെ മാതൃകയിലാണ് ദാമോദർ വാലി പ്രോജക്റ്റ് ഇന്ത്യയിൽ നടപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലെ ടെന്നീസ് വാലി അണക്കെട്ടിൻ്റെ മോഡലിലാണ് ദാമോദർ പ്രോജക്റ്റ് ഇന്ത്യയിൽ നടപ്പാക്കിയിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്തത് 1948 ജൂലൈ മാസം 7-ാം തീയതിയാണ്. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നിവ. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡും പശ്ചിമ ബംഗാളുമാണ്. ദാമോദർ വാലി ഭാഗമായ അണക്കെട്ടാണ് തിലയ്യ അണക്കെട്ടാണ്. അപ്പോൾ ദാമോദർ വാലി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു അണക്കെട്ടുണ്ട്, അതിൻ്റെ പേര് തിലയ്യ അണക്കെട്ട്. ഈ അണക്കെട്ട് വന്നത് 1953-ലാണ്. 1953-ലാണ് തിലയ്യ അണക്കെട്ട് വരുന്നത്. എന്തിൻ്റെ ഭാഗമായിട്ട്? ദാമോദർ വാലി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. ദാമോദർ നദിയുടെ പോഷക നദിയാണ് ബരാക്കർ. ദാമോദർ നദിയുടെ പോഷക നദിയാണ് ബരാക്കർ. ഈ ബരാക്കർ നദിയിലാണ് തിലയ്യ അണക്കെട്ട്. അപ്പോൾ ദാമോദർ വാലി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്ന അണക്കെട്ട് ഏതാ? തിലയ്യ അണക്കെട്ട്. ഏത് വർഷം? 1953. ഏത് നദിയിലാണ്? ബരാക്കർ നദിയിലാണ് തിലയ്യ അണക്കെട്ട്. ബരാക്കർ എന്നത് ദാമോദറിൻ്റെ ഒരു പോഷക നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ സാന്നിധ്യം കൂടുതലായുള്ള മണ്ണ് വഹിച്ചുകൊണ്ട് ഒഴുകുന്നതുകൊണ്ട് ബ്രഹ്മപുത്ര ചുവന്ന നദിയെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇരുമ്പിൻ്റെ സാന്നിധ്യം കൂടുതലായുള്ള മണ്ണ് വഹിച്ചുകൊണ്ട് ഒഴുകുന്നതുകൊണ്ട് ബ്രഹ്മപുത്ര ചുവന്ന നദി എന്ന് അറിയപ്പെടും. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രഹ്മപുത്ര ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത്? ഇരുമ്പിൻ്റെ സാന്നിധ്യമുള്ള മണ്ണ് വഹിച്ചുകൊണ്ട് ഒഴുകുന്നതുകൊണ്ടാണ് ബ്രഹ്മപുത്ര ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ബ്രഹ്മപുത്രയുടെ മറ്റൊരു വിശേഷം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, എന്തായിരുന്നു? ആസാമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നതും ബ്രഹ്മപുത്രയാണ്. അപ്പോൾ ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. കാരണം എന്താണ്? ഇരുമ്പിൻ്റെ സാന്നിധ്യം കൂടുതലായുള്ള മണ്ണ് വഹിച്ച് ഒഴുകുന്നതുകൊണ്ടാണ് ബ്രഹ്മപുത്ര ഇന്ത്യയുടെ ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ദാമോദർ വാലി പ്രോജക്റ്റ് വന്നത് 1948 ജൂലൈ മാസം 7-ാം തീയതിയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അണക്കെട്ടാണ് തിലയ്യ അണക്കെട്ട്. അത് ബരാക്കർ നദിയിലാണ്. ബരാക്കർ നദി എന്ന് പറയുന്നത് ദാമോദർ നദിയുടെ പോഷക നദിയാണ്. ഇത്രയൊക്കെയാണോ? അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണ്. അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണ്. അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണ്. ആൺ നദി എന്ന് അപരനാമമുള്ള നദിയും ബ്രഹ്മപുത്രയാണ്. ആൺ നദി എന്ന് അപരനാമമുള്ള നദി ബ്രഹ്മപുത്രയാണ്. അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാ? ബ്രഹ്മപുത്രയാണ്. ആൺ നദി എന്നറിയപ്പെടുന്ന നദിയും ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര നംചപർവ കൊടുമുടിയെ വലയം വെച്ച് ഒഴുകുന്ന നദിയാണ്. നംചപർവ കൊടുമുടിയെ വലയം വെച്ച് ഒഴുകുന്ന നദിയും ബ്രഹ്മപുത്രയാണ്. നംചപർവ കൊടുമുടിയെ വലയം വെച്ച് ഒഴുകുന്ന നദി ബ്രഹ്മപുത്രയാണ്. ടിബറ്റിലെ മാനസരോവർ തടാകത്തിന് കിഴക്ക് ചെമിയോങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. അപ്പോൾ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ചെമിയോങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ചെമിയോങ് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നംചപർവ കൊടുമുടിയെ വലയം വെച്ച് ഒഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ആസാമിൻ്റെ ദുഃഖമെന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ചുവന്ന നദിയെന്നും അറിയപ്പെടുന്നു. അതുപോലെ ആൺ നദി എന്ന അപരനാമമുള്ള നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയുടെ ആകെ നീളം 2900 കിലോമീറ്റർ ആണ്. അപ്പോൾ ബ്രഹ്മപുത്രയുടെ ആകെ നീളം എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ ആണ്. ബ്രഹ്മപുത്ര ആകെ നീളം 2900 കിലോമീറ്റർ ആണ്. അതിൽ 729 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. അപ്പോൾ ബ്രഹ്മപുത്രയുടെ ആകെ നീളം എത്ര? 2900 കിലോമീറ്റർ. ഇന്ത്യയിലൂടെ ഒഴുകുന്നത് അതിൽ 729 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. അരുണാചൽ പ്രദേശിലെ സൗദിയ അല്ലെങ്കിൽ സാദിയ എന്ന സ്ഥലത്ത് വെച്ചാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ബ്രഹ്മപുത്ര
ഇന്ത്യയിൽ പ്രവേശിക സ്ഥലമാണ് സാദിയ അല്ലെങ്കിൽ സൗദിയ. അതെവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ സാദിയ അല്ലെങ്കിൽ സൗദിയ എന്ന സ്ഥലത്ത് വെച്ചാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യത്തിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. അപ്പോൾ ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യത്തിലൂടെ ബ്രഹ്മപുത്ര ഒഴുകുന്നു. 3 രാജ്യത്തിലൂടെയാണ് പ്രധാനമായും ബ്രഹ്മപുത്ര ഒഴുകുന്നത്. ഏതൊക്കെയാണ് 3 രാജ്യങ്ങൾ? ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ ഒഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദി പതിക്കുന്നവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ്. ബ്രഹ്മപുത്ര പതിക്കുന്നവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ബ്രഹ്മപുത്ര പതിക്കുന്നത്. അപ്പോൾ ബ്രഹ്മപുത്ര നീളം 900 കിലോമീറ്റർ, അതിൽ 729 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന സ്ഥലത്ത് വെച്ചാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യത്തിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗാ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗാ നദിയാണ്. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് ചോദ്യമെങ്കിൽ അത് സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധുവും ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗാ നദി. അങ്ങനെയാണെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിൽ ഒഴുകുന്ന നദിയും ഏതാണ്? പൂർണ്ണമായും ഇന്ത്യയിൽ ഒഴുകുന്ന നദിയും ഗോദാവരിയാണ്. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയും പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയും ഗോദാവരിയാണ്. ഇത്രയൊക്കെ ആണോ? ക്ലിയർ അല്ലേ? അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര സിയാങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര എന്ത് പേരിൽ അറിയപ്പെടുന്നു? സിയാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നു. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര സിയാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര സിയാങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഏത് നദിയാണ് അരുണാചൽ പ്രദേശിൽ അരുണാചൽ പ്രദേശ് സിയാങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര നദിയാണ്. സാങ്പോ, യാർലങ് എന്നീ പേരുകൾ ടിബറ്റിൽ അറിയപ്പെടുന്ന നദിയും ബ്രഹ്മപുത്രയാണ്. സാങ്പോ, യാർലങ് എന്നീ പേരിൽ ടിബറ്റിൽ അറിയപ്പെടുന്ന നദിയും ഏതാണ്? ബ്രഹ്മപുത്രയാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര സിയാങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ടിബറ്റിൽ സാങ്പോ അല്ലെങ്കിൽ യാർലങ് എന്നും അറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ സിയാങ് എന്നറിയപ്പെടുന്നു. ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സാങ്പോ യാർലങ്. സാങ്പോ യാർലങ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ജമുന എന്ന പേരിൽ അറിയപ്പെടുന്നു. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ജമുന എന്ന പേരിൽ അറിയപ്പെടുന്നു. എങ്ങനെ ഓർത്തു വെക്കാം? ബ്രഹ്മ ജമുന എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബ്രഹ്മ ജമുന. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ജമുന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗോൾപാരയ്ക്ക് സമീപമാണ് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്നത്. ഗോൾപാര. അപ്പോൾ എവിടെ വെച്ചാണ് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ കിടക്കുന്നത്? ഗോൾപാരയ്ക്ക് സമീപമാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ സാദിയ വഴി ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് ഗോൾപാര വഴി എങ്ങോട്ട് പോകുന്നു? ബ്രഹ്മപുത്ര ബംഗ്ലാദേശിലേക്ക് പോകുന്നു. ബ്രഹ്മപുത്രയുടെ ആകെ നീളമാണ് 900 കിലോമീറ്റർ. അതിൽ 729 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര സിയാങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ടിബറ്റിൽ സാങ്പോ എന്നും യാർലങ് എന്നും അറിയപ്പെടുന്നു. ബംഗ്ലാദേശിൽ ജമുന എന്ന് അറിയപ്പെടുന്നതും ബ്രഹ്മപുത്രയാണ്. ഗോൾപാരയ്ക്ക് സമീപമാണ് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത്. ഇത്രയൊക്കെയാണോ? ക്ലിയർ അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന ദ്വീപായ മാജുലി ബ്രഹ്മപുത്രയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന ദ്വീപാണ് മാജുലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന ദ്വീപ് ഏതാണ്? മാജുലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മാജുലിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. അതെവിടെയാണ്? ആസാമിലാണ്. ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദിയാണ് ബ്രഹ്മപുത്ര. ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദിയും ബ്രഹ്മപുത്രയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ബ്രഹ്മപുത്രയാണ്. ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ഏതാണ് എന്ന് ചോദിച്ചാലും അത് ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ എന്ന് ചോദിച്ചാൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ നദിയും ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ നദിയും ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ നദിയും ഏതാണ്? ബ്രഹ്മപുത്രയാണ്. അപ്പോൾ ഒന്നുകൂടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന ദ്വീപാണ് മാജുലി. ആ മാജുലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബ്രഹ്മപുത്രയിലാണ്. ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദിയും ബ്രഹ്മപുത്രയാണ്. ഹിമാലയ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ്. ഹിമാലയ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ നദിയും ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം ഏറിയ നദിയും ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കാമോങ്, ധനുശ്രീ, ടീസ്റ്റ, ലോഹിത്, ദിബാങ്, മാനസ്, സുബൻസിരി. അപ്പോൾ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് കാമോങ്, ധനുശ്രീ, ടീസ്റ്റ, ലോഹിത്,
ദിബാങ്, മാനസ്, സുബൻശ്രീ. ബ്രഹ്മപുത്രയിലെ പോഷക ഏതൊക്കെയാണ്? കാമോ, ധനുശ്രീ, ടീസ്റ്റ, ലോഹിത്, ദിബാങ്, മാനസ്, സുബൻശ്രീ. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷകനദി ഏതാണ്? ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷകനദിയാണ് സുബൻശ്രീ. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷകനദിയാണ് സുബൻശ്രീ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്റ്റയാണ്. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. അത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ടീസ്റ്റ നദിയാണ്. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ഏതാണ്? ടീസ്റ്റയാണ്. സിക്കിമിൻ്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദി ഏതാണ്? ടീസ്റ്റ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. സിക്കിമിൻ്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നു. ബ്രഹ്മപുത്രയുടെ പോഷക നദി കൂടിയാണ് ടീസ്റ്റ. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻശ്രീ. മറ്റുള്ള പോഷക നദികളാണ് കാമോ, ധനുശ്രീ, ടീസ്റ്റ, ലോഹിത്, ദിബാങ്, മാനസ് എന്നിവയാണ്. ഇത്രയും ഓക്കെ അല്ലേ? തീറായോ? അടുത്തത് മഹാരാഷ്ട്രയിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് കൊയ്ന നദി. മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന നദിയാണ് കൊയ്ന നദി എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ ജീവനാടി അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട നദിയാണ് കൊയ്ന നദി. മഹാരാഷ്ട്രയുടെ ജീവനാടി എന്നറിയപ്പെടുന്ന നദിയാണ് കൊയ്ന നദി. ഈ കൊയ്ന നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വറിനടുത്ത് ഉത്ഭവിച്ച് വടക്ക് തെക്ക് ദിശയിൽ ഒഴുകുന്നു. വടക്ക് തെക്ക് ദിശയിലാണ് ഇത് ഒഴുകുന്നത്. പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വറിനടുത്ത് വെച്ച് ഉത്ഭവിച്ച് വടക്ക് തെക്ക് ദിശയിൽ ഒഴുകുന്ന നദിയാണ് കൊയ്ന നദി. മഹാരാഷ്ട്രയുടെ ജീവനാടി എന്നറിയപ്പെടുന്ന നദിയാണ് കൊയ്ന നദി. ഉത്ഭവിക്കുന്നത് മഹാബലേശ്വറിനടുത്ത് വെച്ചാണ്. വടക്ക് നിന്ന് തെക്കോട്ടാണ് ഒഴുകുന്നത്. വടക്ക് നിന്ന് തെക്ക് ദിശയിലേക്ക് ഒഴുകുന്ന നദിയാണ് കൊയ്ന നദി. കൊയ്ന നദി എന്നത് കൃഷ്ണ നദിയുടെ പോഷക നദി കൂടിയാണ്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് കൊയ്ന നദി. കൃഷ്ണ എന്ന് പറയുന്നത് ഒരു ഉപദ്വീപീയ നദിയാണ്. ഉപദ്വീപ നദിയിൽ രണ്ടാമത്തെ വലിയ നദിയാണ് കൃഷ്ണ നദി. കൃഷ്ണയുടെ നീളം എന്ന് പറയുന്നത് 1400 കിലോമീറ്ററാണ്. അപ്പോൾ ഗോദാവരി കഴിഞ്ഞാൽ ഉപദ്വീപ നദികൾ ഏറ്റവും വലിയ നദി ഏതാണ്? കൃഷ്ണയാണ്. അതിൻ്റെ നീളമാണ് 1400. അങ്ങനെയാണ് ഗോദാവരി നീളമാണ് 1465. ഗോദാവരിയുടെ നീളം 1465. കൃഷ്ണയുടെ പോഷക നദിയാണ് കൊയ്ന നദി. കൃഷ്ണയുടെ പോഷക നദിയാണ് കൊയ്ന നദി എന്നറിയപ്പെടുന്നത്. കൊയ്ന നദി മഹാരാഷ്ട്രയുടെ ജീവനാടി എന്നും അറിയപ്പെടുന്നു. കൊയ്ന നദി മഹാരാഷ്ട്രയുടെ ജീവനാടി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഉപദ്വീപ നദിയിൽ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. ഉപദ്വീപ നദിയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് കൃഷ്ണ നദി. ഈ കൃഷ്ണയുടെ പോഷക നദിയാണ് കൊയ്ന നദി. മഹാരാഷ്ട്രയുടെ ജീവനാടി എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധമില്ലാത്ത വസ്തുത ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധമില്ലാത്ത തെറ്റായിട്ടുള്ളത് ഏതാണെന്ന്. ആൻസർ കിട്ടുന്നുണ്ടോ? ഓക്കെ. വിദേശ നാണയത്തിന് സൂക്ഷിപ്പുകാരൻ, അത് ശരിയായ പ്രസ്താവനയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു RBI ആണ്. ശരിയാണ്. സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു RB. ശരിയാണ്. സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്ന RBI ആണ്. പാവപ്പെട്ടവൻ്റെ ബാങ്ക്, അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് വിദേശ നാണയത്തിൽ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടും, ബാങ്കിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു, സർക്കാരിൻ്റെ ബാങ്ക് എന്നും അറിയപ്പെടുന്നു. പക്ഷേ പാവപ്പെട്ടവൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ D തെറ്റാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദ്യം, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട അടുത്ത വസ്തുത നോക്കാം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാ? റിസർവ് ബാങ്കിലെ RBI ആണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. രൂപം കൊണ്ടത് 1935 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. അപ്പോൾ റിസർവ് ബാങ്ക് രൂപം കൊണ്ടത് 1935 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന RBI ഏത് വർഷമാണ് രൂപം കൊണ്ടത്? 1935 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ചാണ് റിസർവ് ബാങ്ക് രൂപീകരിച്ചത്? ഏത് കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ചാണ് റിസർവ് ബാങ്ക് രൂപീകരിച്ചത്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ചാണ് RBI രൂപീകരിച്ചത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ചാണ് റിസർവ് ബാങ്ക് രൂപീകരിച്ചത്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. 1934 RBI ആക്ട് പാസ്സാക്കി. ഇപ്പോൾ ഏത് വർഷമാണ് RBI ആക്ട് വന്നത്? 1934 RBI ആക്ട് പാസ്സാക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1935 ഏപ്രിൽ മാസം 1-ാം തീയതി RBI നിലയിൽ വരുന്നത്.
ഇനി RBI ദേശസാൽക്കരിച്ച ഏത് വർഷമാണ്? 1949 ജനുവരി മാസം 1-ാം തീയതിയാണ്. RBI ദേശസാൽക്കരിച്ചു ഏത് വർഷം? 1949 ജനുവരി മാസം 1-ാം തീയതിയാണ് RBI ദേശസാൽക്കരിച്ചത്. 1949 ജനുവരി മാസം 1-ാം തീയതിയാണ് റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ചു. അപ്പോൾ RBI ആക്ട് 1934, RBI രൂപം കൊണ്ടത് 1935 ഏപ്രിൽ മാസം 1-ാം തീയതി. RBI ദേശസാൽക്കരിച്ചു 1949 ജനുവരി മാസം 1-ാം തീയതി. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗമാണ് കടുവ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗമാണ് കടുവ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗമാണ് കടുവ എന്ന് പറയുന്നത്. RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. RBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. RBIയുടെ ആദ്യകാല ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. RBIയുടെ ആദ്യകാല ആസ്ഥാനമാണ് കൊൽക്കത്ത. 1937ലാണ് RBIയുടെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ RBIയുടെ ആദ്യകാല ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. 1937ലാണ് ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ RBI രൂപം കൊണ്ടത് 1935 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. RBI ദേശസാൽക്കരിച്ചു 1949 ജനുവരി മാസം 1-ാം തീയതിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ ഓൾ.